ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിവിടെ ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള പാഠത്തിൻ്റെ ആസ്വാദനക്കുറിപ്പൊന്ന് നോക്കാം. നോട്ട് ഓഫ് അപ്രീസിയേഷൻ എന്നാൽ ആസ്വാദനക്കുറിപ്പ്. ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ W.B. യീറ്റ്സ്. അപ്പോൾ ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള മനോഹരമായ പോയം എഴുതിയതാരാണ്? വില്യം ബട്ട്ലർ യീറ്റ്സ്, W.B. യീറ്റ്സ്. He beautifully depicts the devoted service of a priest, Peter Gilligan. അദ്ദേഹം ഒരു പീറ്റർ ഗില്ലിഗൻ എന്ന് പറഞ്ഞ ഫാദറിൻ്റെ സേവനത്തെ പറ്റിയാണ് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതിൽ. ഇൻ ദ പോയം, ഹാഫ് ഓഫ് ഹിസ് പാരിഷനേഴ്സ് വർ ബെഡ്-റിഡൻ ഓർ ഡെഡ് ഡ്യൂ ടു എ ഡ്രെഡ്ഫുൾ എപ്പിഡമിക്. അപ്പോൾ ഈ കവിതയിൽ ഈ അദ്ദേഹത്തിൻ്റെ ഫാദർ പീറ്റർ ഗില്ലിഗൻ്റെ ഇടവകയിലെ പകുതിയോളം ജനങ്ങളും കിടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ കിടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. പകുതിയോളം ജനങ്ങളിൽ കുറേ പേര് കിടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു, കുറേ പേര് മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു, ഡെഡ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എ ഡ്രെഡ്ഫുൾ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഭയാനകമായൊരു പകർച്ചവ്യാധി മൂലം. ഇപ്പോഴത്തെ കൊറോണ വൈറസൊക്കെ പോലുള്ള ഒരു തരം പകർച്ചവ്യാധി മൂലം കുറേ പേര് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, കുറേ പേര് കിടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. ദ ഓൾഡ് ഫാദർ വാസ് ടയർഡ് ഓഫ് പെർഫോമിങ് പ്രീസ്ലി ഒബ്ലിഗേഷൻസ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഈ ഫാദറിന് ഒരുപാട് വയസ്സുണ്ടല്ലേ, അപ്പോൾ അദ്ദേഹം ക്ഷീണിതനായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പകലും രാത്രിയും എല്ലാം ഇതിൻ്റെ കടമകൾ ചെയ്തിട്ട്. പ്രീസ്ലി ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രെയറുകൾ, മരിക്കാറായവർക്ക് പ്രെയർ ചൊല്ലാം, അതുപോലെ മരിച്ചു കഴിഞ്ഞാലും കുറേ ഫ്യൂണറലിൻ്റെ കടമകളുണ്ടല്ലേ ഫാദർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കടമകളെല്ലാം ചെയ്തിട്ട് അദ്ദേഹം ക്ഷീണിതനായി കഴിഞ്ഞിരിക്കുന്നു. വൺസ് ഫാദർ ഗില്ലിഗൻ fails to perform his duty of offering last prayers for a dying man. അപ്പോൾ ഒരു പ്രാവശ്യം എന്ത് സംഭവിച്ചു? ഫാദർ ഗില്ലിഗൻ മരിക്കാറായ ഒരാൾക്ക് പ്രെയർ ചൊല്ലാൻ പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് മറന്നുപോയി. ക്ഷീണിതനായിട്ട് കസേരയിൽ ചാരിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷീണിതനായിട്ട് കസേരയിൽ ചാരിക്കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ മരിക്കാറായ ആൾക്ക് പ്രെയർ ചൊല്ലാനായിട്ട് പോകാൻ മറന്നുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? God sends one of his angels to do his duty in his absence. ദൈവം എന്ത് ചെയ്തു? ഫാദറിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു മാലാഖയെ മരിക്കാറായ ആളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഫാദർ ചെന്ന് പ്രെയർ ചൊല്ലിപ്പോയ പോലെയാണ് വീട്ടുകാർക്ക് തോന്നിയത്. അതേസമയം ഫാദർ പോയിട്ടില്ല. ഫാദർ കസേരയിൽ ചാരിക്കിടന്ന് ഉറങ്ങുകയായിരുന്നു, അല്ലേ? അപ്പോൾ ഫാദർ ക്ഷീണിതനായി കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ അവിടെ ചെല്ലേണ്ട വീട്ടിലേക്ക് ഫാദർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണത്? ദൈവം ഒരു മാലാഖയെ, ഫാദറിൻ്റെ പോലെയുള്ള ഒരു മാലാഖയെ അയച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ ലവ് ഓഫ് ഗോഡ് ടുവേർഡ്സ് ഹിസ് ക്രിയേഷൻസ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സൃഷ്ടികളോട് ദൈവത്തിനുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. This poem is in the form of ballad, narrating a story in short stanzas. അപ്പോൾ ഇതൊരു ബല്ലാഡിൻ്റെ ബല്ലാഡാണ് ഈ പോയം എന്ന് പറഞ്ഞാൽ. എന്താണ് ബല്ലാഡ് എന്ന് പറഞ്ഞാൽ? ചെറിയ ചെറിയ വരികളിൽ ഒരു കഥ വിവരിക്കുന്നു ഇതിൽ. ഇനി പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം ആർ, അതായത് പോയം മനോഹരമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പോയറ്റിക് ഡിവൈസസ്. ഓഡിറ്ററി ഇമേജസ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, അല്ലേ? നമുക്ക് കവിത വായിക്കുമ്പോൾ കേൾക്കുന്നത് പോലെ തോന്നുന്നത് എന്തൊക്കെയാണ്? സ്പാരോ, ചെറുപ്പ്, പ്രേ, എന്തെല്ലാം ശബ്ദങ്ങളാണ് വരുന്നത്, അതാണ് ഓഡിറ്ററി ഇമേജസ്. കുരുവികൾ ഉണ്ടാക്കുന്ന ശബ്ദം, അതുപോലെ പ്രേ എന്ന് പറഞ്ഞാൽ പ്രെയർ ചൊല്ലുന്നതിൻ്റെയൊക്കെ. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാലോ കാഴ്ച, അല്ലേ? കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഗ്രീൻ സോഡ്സ്, സ്റ്റാർസ്, എക്സെട്ര.
ഗ്രീൻ സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലോട് കൂടിയ മൺകട്ട, സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണും അല്ലേ കവിത വായിക്കുമ്പോൾ. അതാണ് വിഷ്വൽ ഇമേജസ്. പിന്നെ അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ തന്നെ ഒരേ ഉച്ചാരണം വരുന്ന, ഒരേ ലെറ്ററുകൾ വരുന്ന വാക്കുകൾ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, അതിൽ പി ആവർത്തിക്കുന്നുണ്ട് അല്ലേ. പീറ്റർ ഗില്ലിഗൻ, പ്രൊനൗൺസിയേഷനും സെയിം ആകണം അതിൻ്റെ. ദ ഓൾഡ് പ്രീസ്റ്റ്, അതായത് ഒരു വരിയിൽ തന്നെ പ്രാസം ഒപ്പിച്ചിട്ടുള്ള വാക്കുകൾ ഒരേ ഉച്ചാരണം വരുന്ന രീതിയിലുള്ളത്. മനസ്സിലായോ? അതിനാണ് അലിട്രേഷൻ എന്ന് പറയുക. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, പി ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. അതുപോലുള്ള വേറെ അലിട്രേഷനുകൾ നിങ്ങൾ കണ്ടെത്തുക. റൈം സ്കീം എന്താ, ABCB ആണ് റൈം സ്കീം എന്ന് വെച്ചാൽ എന്താ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ഡേ, ബെഡ്സ്, ലേ, ഇങ്ങനെ റൈമിങ് വേർഡ്സുകൾ ഉണ്ടല്ലേ. അപ്പം അതിന് നമ്മൾ ആദ്യത്തെ വരിയിലെ വേർഡിന് നമ്മൾ A എന്ന ലെറ്റർ കൊടുത്തു. ആദ്യത്തെ രണ്ടാമത്തെ തമ്മിൽ മാച്ച് ഒന്നുമില്ല, അപ്പം അതിന് B എന്ന് കൊടുത്തു. പിന്നെ C ആയിട്ട് 1, 2, 3 ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വരിയിലെ വാക്കുകളായിട്ടൊന്നും മാച്ച് ചെയ്യണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതിന് ബെഡ്സിന് C എന്നുള്ള കൊടുത്തു. ഇനി ഈ Aയോ Bയോ Cയോ ബന്ധപ്പെട്ടുള്ള റൈമിങ് വേർഡ്സുമായിട്ട് ഇനി ഏതെങ്കിലും സാമ്യമുണ്ടോ? B എന്നുള്ള ഡേ എന്നുള്ളതിൻ്റെ ലേ ആണ് അല്ലേ. അപ്പോൾ ഡേക്ക് നമ്മൾ എന്താ B എന്നാണ് കൊടുത്തത്. അപ്പോൾ ഡേയും ലേയും റൈം ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് പ്രാസം ഒപ്പിച്ചിട്ട് വരുന്നുണ്ട്. ഡേ റൈംസ് വിത്ത് ലേ. അപ്പം നമുക്ക് ഇതിനെന്ത് കൊടുക്കാം? B എന്ന് കൊടുക്കാം. ഒരേ റൈമിങ് വേർഡ്സിന് ഒരേ ലെറ്റർ കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെയാണ് ABCB എന്ന് വന്നത്. എയ്ക്കും സിക്കും സെയിം ആയിട്ട് വേറെ റൈമിങ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് കൊടുക്കാനില്ല. ഡേയും ലേയും ശരിക്കും റൈം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിന് നമ്മൾ B എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി? നമ്മൾ റൈം സ്കീം ABCB എന്നായി. ഓർഡറിൽ ഇങ്ങനെ നമ്മൾ ഓർഡറിൽ എഴുതുമ്പോൾ ABCB എന്നാവും. സിമിലി എന്ന് പറഞ്ഞാൽ ഉപമ അല്ലേ. ഒന്നിനെ മറ്റൊന്നിനോട് സാമ്യം താരതമ്യം ചെയ്യുന്നതാണ് ഉപമ. ആസ് മെറി ആസ് എ ബേർഡ്, ഒരു പക്ഷിയെ പോലെ സന്തോഷത്തോടെ. മനസ്സിലായോ? ഒരു പക്ഷിയുടെ സന്തോഷത്തിൽ, അതായത് പക്ഷിയെ പോലെ സന്തോഷത്തോടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി പഠിക്കാമല്ലോ, എളുപ്പമല്ലേ?